അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളെ പരിപാടി ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഗ്രാനി 1 കളിക്കാൻ പോവുകയാണ്. ഗ്രാനി 1 നമുക്ക് 2 എസ്കേപ്പും കൂടെ ഉള്ളൂ. സ്യൂർ എസ്കേപ്പും പിന്നെ നമ്മുടെ സ്വന്തം കാർ എസ്കേപ്പും ഗൈസ്. എനിക്ക് കൂടുതലും കാർ എസ്കേപ്പാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സാധനം ഏതിനാണ് കിട്ടുന്നത് ഗൈസ്, നമുക്ക് ആ എസ്കേപ്പ് തന്നെ അങ്ങ് ചെയ്യാം ഗൈസ്. ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഗൈസ്. ഇന്നലെ തന്നെ നമ്മുടെ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രാനിയുടെ ഫസ്റ്റ് വീഡിയോ ഗൈസ്. നമ്മുടെ മെയിൻ ഡോർ എസ്കേപ്പാണ് ഗൈസ് അത്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ നിന്ന് ആദ്യം തന്നെ ബുക്കാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഇപ്പം നമുക്കിവിടെ ഏഞ്ചലീന മാമിയുടെ അടുത്ത് തുറക്കേണ്ട സാധനം ഇവിടെയാണ് ഗൈസ് ഉള്ളത്. ഗൈസ്, അപ്പുറത്തെ റൂമിൽ നിന്ന് നമുക്കൊരു കോഗ്വെയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് അങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തള്ള അങ്ങോട്ട് പോയ നേരെ നോക്കി ഗൈസ്, നമ്മൾ ബുക്ക് ഇവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. മിക്കവാറും തള്ള ഉണ്ടായി കയറി കുട്ടിയും പറിച്ച് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ കോഗ്വെയിൽ ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇവിടെ നമുക്കൊരു ഗ്രാനിയുടെ പിക്ചർ കിടപ്പുണ്ട് ഗൈസ്, അത് നമുക്ക് ആവശ്യമില്ല. കോഗ്വെയിൽ ഇവിടെയാണ് ഗൈസ് നമുക്ക് ഇടേണ്ടത്. ഓക്കെ ഗൈസ്, നമ്മൾ ഐശ്വര്യമായിട്ട് തള്ളേൻ്റെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത്ര നേരം സൗണ്ട് മാക്സ് ആക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് കിട്ടുന്ന എല്ലാ സാധനവും നമുക്ക് നമ്മുടെ ആ സ്റ്റെയറിൻ്റെ അവിടെ കൊണ്ട് ഇടാം ഗൈസ്. ഇവിടെ തള്ളേൻ്റെ ഒരു ഫോട്ടോയും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവിടെ തീരെ താഴെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഷോർട്ട് ഗൺ പാർട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ എടുത്ത് തള്ളേൻ്റെ തലക്കടിക്കാൻ പറ്റിയെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് എടുത്ത് കറങ്ങി അങ്ങോട്ട് തന്നെ പോവാം. ഇതിവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. തള്ള അങ്ങനെ വരണം ഗൈസ്. നമുക്ക് നേരെ കിച്ചണിൽ പോവാം ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഡ്രോയർ ഉണ്ട് ഗൈസ്, നമുക്ക് എല്ലാം തുറക്കണം. ഗൈസ്, നമുക്ക് ഉപകാരമുള്ള ഒരു സാധനം കിട്ടിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, നമുക്ക് നമ്മുടെ ഓവനിൻ്റെ അകത്തുനിന്ന് നമുക്ക് തലയിലെ നട്ട് ശരിയാക്കേണ്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കോഗിയിലൂടെ കിടക്കണം. അപ്പോൾ ഇപ്പോൾ തലക്കടി കിട്ടിയെങ്കിൽ അവിടെ ട്രാപ്പും കൊണ്ടിട്ട് ഒന്നായി നടക്കാൻ മനുഷ്യന് വഴിയില്ല. അതിൻ്റെ ഇടയിൽ കൊണ്ട് തള്ള ട്രാപ്പ് ഇട്ട് ഗൈസ്. അവിടെ ഒന്നും ഇല്ല ഗൈസ്. ഗൈസ്, നമുക്ക് വേറൊരു നല്ലൊരു സാധനം കണ്ടുപിടിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ നേരത്തെ നമ്മുടെ ഇവിടെ കൊണ്ടൊരു താക്കോൽ ഇട്ടിട്ടുണ്ട്. താക്കോലല്ലല്ലോ, നമ്മൾ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ താക്കോൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ തള്ളേരെ അടി കിട്ടി നിൽക്കുകയാണ് നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇത് നമുക്ക് താഴെ ഇടാം. ഗൈസ്, നമുക്ക് താഴെ ഇടാം ഗൈസ്. തള്ള ഇവിടെ വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അങ്ങ് പോവാം. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? കാർ കേസ്. നമുക്ക് കാറിൻ്റെ ട്രങ്ക് തുറന്ന് നോക്കണം ഗീസ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമേ ഇല്ല ഗീസ്. ഇവിടുത്തെ ബട്ടണൊക്കെ അപ്പുറത്ത് പോകുമ്പോൾ ഗീസ് ഇവിടെ ടെടി മാത്രമേ ഉള്ളൂ ഗീസ്. ഗീസ്, നമുക്ക് നേരെ താഴെ പോയി വണ്ടിയുടെ ട്രങ്ക് തുറന്ന് നോക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഗീസ് ഇവിടെ നിന്ന് കുറച്ച് സ്ഥലം തപ്പാനുണ്ട് ഗീസ്. ഇവിടെ ഭയങ്കര ഉപയോഗമുള്ള സാധനമാണല്ലോ ഗൈസ്, അതുകൊണ്ട് നമ്മൾ എന്തായാലും എടുക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാക്കച്ചേട്ടൻ്റെ അടുത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് കട്ടിംഗ് പ്ലെയറാണ് നമ്മുടെ കാക്കച്ചേട്ടൻ്റെ ഇരിക്കുന്നത് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ വണ്ടി തുറന്ന് നോക്കണം. അതിന് മുമ്പ് തന്നെ നമുക്ക് നേരെ താഴെ പോകാം ഗൈസ്. നമുക്ക് വണ്ടിയുടെ ട്രങ്ക് തുറക്കണം, അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടിയുടെ ട്രങ്കിൻ്റെ അകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ചുറ്റിയിലാണ് ഗൈസ്. തള്ളേരെ തലടിച്ച് പൊട്ടിക്കേണ്ട ചുറ്റിയിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇത് റിയൽ ലൈഫിലായിരുന്നെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഗൈസ്. നേരെ ഒരു ജനലും എല്ലാം തല്ലി പൊട്ടിക്കണേ ഇറങ്ങിപ്പോകണം, അത്രേ ഉള്ളൂ. ഇത് ഗെയിമൊക്കെ എന്തിനാണോ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത്? പക്ഷെ അത് നമ്മൾ കളിക്കാം, അത് വേറെ കാര്യം ഗൈസ്. ഗൈസ്, നമുക്ക് തള്ള ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. വണ്ടി കാർ എസ്കേപ്പ് ഭയങ്കര പാടാണെന്നാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. ബാക്കി 2 എസ്കേപ്പും അത്യാവശ്യം നല്ല സിമ്പിളാണ്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് നേരെ നമുക്ക് ഉപയോഗിക്കേണ്ട സ്ഥലത്തോട്ടെത്താം. ഇവിടെ നമ്മളെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ എൻജിൻ പാർട്ടാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഗൈസ്. ഗൈസ്, ഇതുകൊണ്ട് നമുക്ക് നേരെ മണ്ടയിലിട്ടിട്ട് ആ കാർ എൻജിൻ പാർട്ട് നമുക്ക് ഈ ഇവിടെ കൊണ്ടുവന്നിടണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് അതുകൊണ്ട് ഇവിടെ എത്തിക്കാം.
ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ സാധനം അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് തള്ളയെ കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇപ്പുറത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ഉപകാരമായിട്ടുള്ള ഒരു സാധനം ഉണ്ടോ എന്ന് നമുക്ക് തപ്പാം. ഓക്കെ ഗൈസ്, ഈ ഷെഡിൻ്റെ അകത്ത് എന്തെങ്കിലും കാണുമോ എന്തോ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ബാറ്റ് സീഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ആവശ്യമുള്ള ഒരു സാധനമാണ് ഗൈസ്. നന്നായി ഗൈസ് ഇത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ കാക്കച്ചേട്ടനെ കൊണ്ട് കൊടുക്കണം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഗൈസ്, ഇവിടെ റിമോട്ട് കൺട്രോൾ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് നേരെ കൊണ്ട് നമ്മുടെ മുകളിലോട്ട് ഇടാം ഗൈസ്. എന്നിട്ട് നമുക്ക് ആ റിമോട്ട് കൺട്രോളും കൂടെ എത്തിച്ചിട്ട് പിന്നെ അടുത്ത് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സുയർ എസ്കേപ്പിൻ്റെ ആദ്യത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ സ്പൈഡർമാനിൻ്റെ അടുത്തുള്ള അങ്ങോട്ട് പോകേണ്ട ഈ വാതിലും തുറക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്, ഈ സ്പൈഡർമാനിനെ നമ്മൾ ഗണ്ണോ വല്ലതും കൊണ്ട് അടിച്ചാൽ ഈ തള്ള ചാവോ ഗൈസ്? ഒരു ഡൗട്ടുണ്ട് ഗൈസ്. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഗൈസ് വയ്യ. ഓക്കെ ഗൈസ്, നമുക്ക് ഹാമർ പിന്നെ ഇവിടെ മണ്ടയിലൊരു യൂസ് ഉണ്ട്. ഈ തള്ള നമ്മളെ കൊണ്ടേ പോകുള്ളൂ. ഇവിടെ എവിടെ ഒരു സ്പ്രേ ഇരുന്നല്ല. ഓക്കെ ഗൈസ്, തള്ളയുടെ കണ്ണിലോട്ട് പെപ്പർ സ്പ്രേ അടിച്ചിട്ടുണ്ട് ഗൈസ്. എവിടെ പോണ് തള്ള? ഇങ്ങോട്ട് നിന്നെ ഒരിടത്തും വിടില്ല, ചുറ്റിയിലാണ് തല എരിയണേ. ഇപ്പം അടിച്ച് കൊല്ലാം. ഓക്കെ, തള്ളക്ക് ഇപ്പോൾ കണ്ണ് കാണണമെന്നൊരു സംശയമുണ്ട്. കാണുന്നാടാ തള്ളക്ക് കണ്ണ് കാണാൻ കേട്ടാ. തള്ളക്ക് ജന്മനെ കണ്ണ് കാണാമെന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ചെവി കേൾക്കാട്ടതാ ഗൈസ്. ഓക്കെ ഓക്കെ കേട്ട് തള്ളക്ക് കാണാം ഗൈസ്. തള്ളയുടെ കാഴ്ചശക്തിയൊക്കെ തിരിച്ചു കിട്ടി ഗൈസ്. നമുക്കപ്പം ഇവിടെ മുകളിലോട്ട് പോകാം. എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കണ്ടമാന സാധനം എടുത്ത് താഴെ ഇടാം ഗൈസ്. ആദ്യം തന്നെ നമുക്കിവിടെ നിന്ന് പ്ലാൻ കഴിക്കണം ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഓക്കെ ഇവിടെ നമുക്ക് മീറ്റ് ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ മീറ്റ് ഇവിടെ ഇടുന്നുണ്ട് ഗൈസ്. എന്നിട്ട് പ്ലാങ്ക് നമ്മളിവിടെ വയ്ക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനം എടുക്കണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറണ ഇപ്പോൾ വാതിൽ ലോക്കാം. തള്ളവല്ല വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ്? സേഫ് കീ ആണ് ഗൈസ് ഇതിൻ്റെ അകത്തുള്ളത്. ഗൈസ് നമുക്ക് 2 സ്ക്രൂവും അഴിക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് താഴെ നമ്മുടെ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മുടെ ബേഡ് സീഡ് ഇടാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് ഗൈസ് നമുക്ക് ഇത് ആദ്യം കൊണ്ടങ്ങ് കൊടുക്കാം ഗൈസ്. എന്നിട്ട് കാക്കച്ചേട്ടൻ്റെ ആണല്ലോ പറഞ്ഞ പോലെ കട്ടിംഗ് പ്ലെയർ ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് നമുക്ക് നമ്മുടെ കാക്കച്ചേട്ടൻ്റെ അടുത്തോട്ട് നമ്മൾ 100-110 പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കാക്കച്ചേട്ടൻ്റെ ഉള്ള ഫുഡ് കൊടുത്തിട്ട് ഗൈസ് നമ്മൾ കട്ടിംഗ് പ്ലെയറും തൂക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി താഴെ ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്. എന്തെങ്കിലും കാണും ഗൈസ്. എന്നിട്ട് തള്ളക്കി വെക്കേണ്ട ട്രാപ്പായിരിക്കും. അത് മാത്രം തന്നെ ഗൈസ് ഇവിടെ ഉള്ളത്. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഈ റൂം തുറക്കേണ്ട ആവശ്യമേ ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ഇത് ഉപയോഗിക്കേണ്ട സ്ഥലത്തോട്ട് വിടാം ഗൈസ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് സേഫ് കീ ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. നമ്മൾക്ക് എല്ലാ സാധനവും എടുത്ത് താഴെ ഇടാം. സക്സസ്ഫുള്ളി എല്ലാ സാധനവും എടുത്ത് താഴെ ഇട്ടിട്ടുണ്ട്. പോരാത്തതിന് തള്ള നമ്മളെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഇതുവഴി അങ്ങ് ഇറങ്ങാം. ഇവിടെ കയറിയത് അത്രയും നല്ലതാണ് ഗൈസ്. എന്തോ ഭാഗ്യത്തിന് ഇതും കൂടെ കിട്ടി ഗൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ താഴെ പോവാം ഗൈസ്. ഇവിടെ സ്പൈഡർ മാമിയുടെ അടുത്ത് പോവാം. സ്പൈഡർ മാമിയുടെ പോയിട്ട് 2-3 അടിയും കൊണ്ടിട്ട് വരാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവറും വേണം. തള്ള എന്നെ കണ്ട് ഗൈസ്. അയ്യോ, പെപ്പർ സ്പ്രേ എടുക്കാനും പറ്റിയില്ല. സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, ഇവിടെ എവിടെയല്ലേ അത് കിടന്നത് ഗൈസ്? ഈ തള്ള ഗൈസ് സേഫ് കീ ഗൈസ്. ഇത് നമുക്ക് തുറന്നു നോക്കാം. എന്തെങ്കിലും ഉപയോഗമുള്ള ഒരൊറ്റ സാധനം കൂടെ. ഓക്കെ, റെസ്റ്റ് കീ ഗൈസ്. അതെന്തുകൊണ്ടും നല്ലൊരു ഇതാണ് ഗൈസ്. ഈ ഗൈസ് നമുക്ക് 2 സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. മിക്കവാറും ഗൈസ് നമ്മൾ ഇവിടെ സ്യൂർ എസ്കേപ്പ് ചെയ്യാനാണ് ചാൻസ്. തള്ള ഇപ്പം തലക്കടിച്ചെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊരു ചാടിയത് നന്നായി. ഓക്കെ ഗൈസ്, അന്നല്ല ഗൈസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടില്ല ഗൈസ് അല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, നമുക്ക് വെപ്പൺ കീ വേണം ഗൈസ്. സ്ക്രൂ ഡ്രൈവർ എടുക്കുകയും നമുക്ക് വെപ്പൺ കീ എന്തോ ഭാഗ്യത്തിന് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ ഇതും കൊണ്ട് നമ്മൾ താഴെ ചാടിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ വീൽ ക്രാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ വീൽ ക്രാങ്കിനെ വിൻ ചെയ്യലെന്നാണ് ഗൈസ് പറഞ്ഞത് ഗൈസ്. അതിന് സോറിയാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇടയ്ക്ക് വല്ല വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ഗൈസ് സോറി ഗൈസ്. ഓക്കെ ഇതുവരെ വീഡിയോ ഉണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം അടിച്ച് കയറി ചെയ്യ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേറെ വല്ല ഗെയിം അറിയാമെങ്കിൽ നിങ്ങളെല്ലാവരും അത് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കത് സെറ്റ് ചെയ്യാമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്ന് വെച്ച് നോക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, സാധനം കയ്യിലുണ്ടോ? ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരു പിന്നീട് പിന്നെ നമുക്ക് നമ്മുടെ നേരെ കണ്ട ലെറ്ററിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് 2 ആണ് ഗൈസ്, 2 ആണ്. ഓക്കെ ഇതാണ് നമുക്ക് ശരിക്കുള്ള ഹീൽ സക്സസ്ഫുള്ളി കിട്ടിയിട്ടുണ്ട്. ഹീലല്ല ഗൈസ്, ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് സക്സസ്ഫുള്ളി. ഇതും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ എലവേറ്ററും കയറണം ഗൈസ്. തള്ളേ പോരല്ലേ, തള്ളേ. ഓക്കെ ഗൈസ്, സക്സസ്ഫുള്ളി തള്ള കാണാതെ തന്നെ എൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഏത് റൂമാണ്? ഇവിടെ തന്നെ ഇതിവിടെയാണ് ഗൈസ്. നമുക്ക് ഈ മാപ്പ് നോക്കി വെച്ചിരിക്കുന്നത് എത്രയോ നല്ലൊരു കാര്യമാണ് ഗൈസ്. അത് വളരെ ഗൈസ്. നമുക്ക് നമ്പർ 2 ആണ് ഗൈസ്. 1 ആണോ 2 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നേരത്തെ നമ്മൾ നമ്മുടെ പുറത്തുള്ള ഷെഡിൻ്റെ അവിടെയാണ് നമ്പർ കണ്ടത്. ഓക്കെ ഗൈസ്, നമുക്ക് സ്പെഷ്യൽ കീ ആണ് ഗൈസ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അതിനടയ്ക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, നമുക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. തള്ളയില്ല. അയ്യോ തള്ള എന്താണ് ഗൈസ്, എനിക്ക് കണ്ണി കാണാത്ത. നമ്മൾ മോൻ്റെ പോയിട്ടുണ്ട് തിരിച്ച് താഴെ താഴെ പോകുന്നുണ്ട്. തള്ള ഇവിടെ ഉണ്ടോ എന്തോന്ന് അറിയത്തില്ല. പക്ഷെ തള്ള തിരിച്ചു പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. പോ അയ്യോ വാതിൽ ഇറങ്ങണ സൗണ്ട് കൊണ്ട് തള്ള പോതല്ലേ. അയ്യോ കിഴപ്പാണ് ചെയ്യുന്നത്. ഓക്കെ തള്ള നമ്മളെ പിടിച്ച് മുങ്ങിയിട്ടുണ്ട്. മീൻസ് വിഴുങ്ങിയിട്ടുണ്ട് ഈ തള്ള, തിന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഡേ 2 ആണ് ഗൈസ് ഇത്. ഫസ്റ്റ് ട്രയൽ ജയിക്കാൻ പറ്റിയില്ല ഗൈസ്. ഡേ 2 ആണ് ഗൈസ് ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ സ്ഥലത്തോട്ട് പോയിട്ട് കാണാം. ഗൈസ് നമ്മൾ നമ്മുടെ വെപ്പൺ കീ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തള്ള നമ്മളെ തേടി വന്നെന്ന് തോന്നണം ഗൈസ്. തള്ളയ്ക്കുള്ള വടയും കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ വെപ്പൺ കീ എടുത്തത്. നോക്കി അപ്പോൾ തള്ള തന്നെ നമുക്ക് വന്ന് സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട് ഗൈസ്. തള്ളയ്ക്കുള്ള വെടിയും കൊടുത്ത് സ്ക്രൂ ഡ്രൈവറും പോയി എടുക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അവിടെ നിന്ന് തള്ളിയിടാം ഗൈസ്. അതിൻ്റെ കൂടെ ഗ്യാസുലീനാണ് ഗൈസ് ഇരിക്കുന്നത്. ഗ്യാസുലീനാണോ അതോ ബാറ്ററിയാണോ? ഗ്യാസുലീൻ തന്നെ ഗൈസ്. നമുക്ക് നേരെ ആദ്യം ഇവിടുത്തെ സ്ഥലത്തൊന്ന് പോയി നോക്കാം ഗൈസ്. ഇവിടെ നോക്കട്ടെ ഗൈസ്, ഇവിടെയാണോ ആവശ്യം നോക്കണം. ഇവിടെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉപയോഗമുള്ള ഒരു സാധനം എന്താ? ഓക്കെ ഗൈസ്, നല്ല ഉപയോഗമായി പോയി ഗൈസ്. ഈ പ്ലേ ഹൗസ് എന്തിനാണ് ഗൈസ്? ഈ പ്ലേ ഹൗസ് കീൻ്റെ ഉപയോഗം അറിയാമെന്നുള്ള എല്ലാവരും താഴെ ലൈക്ക് ചെയ്യാൻ ഗൈസ്. താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ഈ പ്ലേ ഹൗസ് കീൻ്റെ ആവശ്യം എന്തോന്ന് അറിയത്തില്ല, എന്നാലും അവിടെ ഇട്ടിരിക്കുന്നു. അഥവാ എന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിലും അതുകൊണ്ട് ഗൈസ് അത് ഞാൻ അവിടെ എടുത്തിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് അങ്ങ് താഴെ പോവാം. സ്ക്രൂ ഇളക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ തള്ള കഴിഞ്ഞ വട്ടത്തെ പോലെ ഇവിടെ നോക്കി വെക്കുകയാണ് ഗൈസ്. നമുക്ക് കാറിൻ്റെ ഒരു സാധനമാണ് ഗൈസ്. പോകല്ലേ അങ്ങോട്ട്. നമുക്ക് നമ്മുടെ ഇപ്രാവശ്യവും നമ്മളെ പിന്നെയും തള്ളയെ നമ്മളെ മുണുങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി എല്ലാ സാധനവും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്പെഷ്യൽ കീ കൊണ്ട് നമ്മൾക്ക് മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ വെക്കാം ഗൈസ്.
ഓക്കെ അപ്പോൾ നമുക്ക് സ്യൂർ എസ്കേപ്പിനുള്ള എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഈ 3 സാധനം നമുക്ക് താഴെ കൊണ്ടുപോകാം ഗൈസ്. ഗൈസ് എല്ലാ സാധനവും നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കി എല്ലാ സാധനവും പിന്നെ നമുക്ക് അങ്ങും കൂടെ എത്തിക്കണം ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് സ്യൂർ എസ്കേപ്പിൻ്റെ ആദ്യത്തെ സാധനം നമ്മൾ കുത്തി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. രണ്ടാമത്തെ സാധനം നമുക്ക് ഇവിടെ എത്തിക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ ഇതിവിടെ ലോക്ക് ചെയ്തിട്ടിരുന്നെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളി അത് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്ത സാധനം കൂടെ നമുക്ക് ഇവിടെ എത്തിക്കാം. റസ്റ്റി പാഡ്ലോക്ക് കീ സക്സസ്ഫുള്ളി ഗൈസ് നമ്മൾ ഈ ലോക്കും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ തിരിച്ചു പോകാം ഗൈസ്. നമുക്ക് സ്യൂർ എസ്കേപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഗെയിംസും എല്ലാം കളിക്കണമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ എന്തായാലും കളിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇതുവരെ കണ്ടവരെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് നോക്കുക ഗൈസ്. ഗൈസ് ഇവിടെ നമുക്ക് നമ്മുടെ ഏഞ്ചലീന മാമിയും അല്ല സ്പൈഡർ മാമിയും ഗ്രാനിയും എത്തി നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.